ഹലോ. ഇന്നാണെങ്കിൽ രാവിലെ നല്ല മഴയാണ് കേട്ടോ. എന്താ അറിയില്ല, പൊലച്ചക്ക് എണീറ്റപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊരു ചാറ്റൽ മഴ കേട്ടോ. എന്നും രാവിലെ ഞാനാണ് കേട്ടോ ഇഷുവിനെ മദ്രസിലാക്കാറുള്ളത്. ഇന്ന് മഴ ആയതുകൊണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇഷു മദ്രസിൽ ചായയൊക്കെ കുടിച്ച് പോയി. പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഒരു 10 മണിയായപ്പം ഞേനൂനെ അംഗനവാടിയിലാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ബാങ്ക് പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചോറും കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ച കൂട്ടത്തിൽ തന്നെ ഞാൻ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ തിളച്ചപ്പം വേഗത റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടോ. ഇന്നിപ്പം പരിപ്പും തക്കാളിയും വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ മുരിങ്ങേൻ്റെ ഇല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പരിപ്പും മുരിങ്ങയും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പരിപ്പും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 4 കഷ്ണം മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മസാല വെച്ചിങ്ങാണ്ട് അങ്ങോട്ട് പൊരിച്ചെടുത്തു. പിന്നെ ഇന്ന് നമ്മൾ ഈ വയലറ്റ് കേബേജാണ് കേട്ടോ ഉപ്പേരിക്കായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉപ്പേരിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഉപ്പേരി ഏകദേശം റെഡി ആവുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ പരിപ്പ് ഒന്ന് വറവിട്ടെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പരിപ്പിലേക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നല്ല പോലെ പരിപ്പ് കറി വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം അതാ മുരിങ്ങൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഉപ്പേരി ആയതിന് ശേഷം കൗണ്ടർ ടോപ്പും അതേപോലെ ഗ്യാസ് ടോപ്പും ഒക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഈ ഒരു വെളിച്ചെണ്ണൻ്റെ ഒരു എണ്ണമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എല്ലാം കൂടി ഒരുമിച്ചൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ കൗണ്ടർ ടോപ്പിൻ്റെ ഇടയിലായിട്ടൊക്കെ നല്ല പോലെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ തുടച്ച് അതൊന്ന് വൃത്തിയാക്കട്ടെ. ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ് കേട്ടോ. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തായാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങോട്ട് തുടച്ചെടുക്കുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടിയിട്ടൊന്ന് ഫോളോ ചെയ്യട്ടോ. അതിലും നമ്മൾ ഡെയിലി വ്ളോഗായിട്ട് ഇടാറുണ്ട്. ഇതിൻ്റെ ഷോർട്ടായിട്ടൊക്കെ വിടാറുണ്ട്. നമ്മൾ ഇതിലൊക്കെ വീഡിയോ ഇടാൻ വിട്ടുപോയാലും അതിൽ നമ്മൾ ഡെയിലി ഇടും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് വെക്കാനുള്ളത്. അതും കൂടി ഞാൻ കേക്ക് വെച്ചതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ വേഗം വന്നിട്ട് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നത്. നമ്മൾ കൊലായി റൂം ഡൈനിങ് ഹാള് ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. നെയ്നു അംഗനവാടിക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ. അതുകൊണ്ട് കിച്ചൺ മാത്രം ഒന്ന് അടിച്ചാരിയിട്ട് എടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ വേഗത ഞാൻ ഒന്ന് വെയിലത്തിടുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ വെയിലത്തിടുന്നത്. 2 ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മാത്രമേ നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റേത് ചെറിയനോണ്ട് നമ്മൾ മുറ്റത്തേക്ക് ഇടിയിപ്പിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നുള്ള ബാക്കി പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് അലക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ തോരയിട്ടത്. ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ അകത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മഴ വരുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനത് മുറ്റത്തിടാതെ ഈ ഒരു ഷെഡിലാണ് കേട്ടോ ചിക്കിയിടുന്നത്. ഇവിടെ ആണെങ്കിൽ ഇതുപോലെ ആപ്പിൾ ചാമ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ലപോലെ നിറച്ചും പൂവിട്ടിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. മുറ്റത്താണെങ്കിൽ അത്യാവശ്യം നല്ല പോലെ ഈ ഒരു റോസ് കളർ ഇങ്ങനെ കാണും കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. അതേപോലെ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അടുക്കള മാത്രം ഒന്ന് തുടച്ചെടുക്കാനുണ്ടായിരുന്നു. ആ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ വേഗം ഉച്ചയത്തെ ഫുഡും കഴിച്ചു കേട്ടോ. അതിനിടയിലാണ് ഞെയ്നുവിനെ കൂട്ടി വന്നപ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ. പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി. ഇന്ന് മൂത്തപ്പൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ, ഇന്നല്ല നാളെ. അപ്പോൾ ഞാൻ അതിന് പോകാനുള്ളത് കൊണ്ട് തന്നെ
വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിൽ പോയി. പിന്നെ ഇതാ ആങ്ങളേൻ്റെ കൂടെ നമ്മൾ മൂത്താപ്പൻ്റെ വീട്ടിൽ പോയിട്ടോ. അവിടുന്ന് പിന്നെ പെണ്ണിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെണ്ണിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.